വയനാട് കൂടൽക്കടവിൽ വിനോദസഞ്ചാരികൾ കാറിൽ വലിച്ചിഴച്ച ആദിവാസി യുവാവ് മാതന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് KSEB. 261 രൂപയാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. മാതൻ ഇപ്പോഴും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ 261 രൂപയുടെ പേരിലാണ് കുടിശ്ശിക. KSEB അതിൻ്റെ സാങ്കേതിക നടപടികളെന്ന് വിശദീകരിക്കുന്നുണ്ടാവണം. എന്താണ് അവർ പറയുന്നത് സുർജിത്ത്? കൂടൽക്കടവ് ചെമ്മാട് ഉന്നതിയിലാണ് മാതന്റെ വീട്. മാതന്റെ അനുഭവം നമുക്കറിയാം. അതായത് ഈ കാറിൽ വലിച്ചടച്ച സംഭവം ഉണ്ടായത് അധിക ദിവസമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട 4 പ്രതികളുടെ അറസ്റ്റ് നടന്നു. ഇപ്പോഴും മാതൻ ശരീരമാസകലം പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹം കഴിയുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ്. മാതനും മാതന്റെ ഭാര്യയാണ് ഒപ്പം ഉള്ളത്. ഇന്ന് KSEB ഉദ്യോഗസ്ഥർ എത്തി. ഉച്ചയോടെ എത്തി. അതിനുശേഷം അവർ അറിയിച്ചു ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല. അതായത് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള വിവരം മാതന് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് നാളെ അടയ്ക്കാം, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് അടയ്ക്കാം, സഹോദരൻ എത്തിയാൽ അടയ്ക്കാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും KSEB അധികൃതർ ഫ്യൂസ് ഊരി മടങ്ങുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. 262 രൂപ മാത്രമാണ് അടയ്ക്കാനുണ്ടായിരുന്നത്. ആ തുക അടയ്ക്കാൻ വൈകി എന്നുള്ള കാരണത്താലാണ് ഇങ്ങനെ ഫ്യൂസ് ഊരുന്ന അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് KSEB ഉദ്യോഗസ്ഥർ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ തിരിച്ച് ഫ്യൂസ് കെട്ടാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വീട്ടുകാർക്കുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള വിനു ആശുപത്രിയിൽ നിന്ന ശേഷം പണിക്ക് പോയതായിരുന്നു. അദ്ദേഹം തിരിച്ച് എത്തുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഈ രാത്രി തുടർന്ന് KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചു. അവർ 8 മണിക്ക് മുമ്പായി വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്യൂസ് കെട്ടാൻ ഒരാൾ പോലും എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ കഴിയുകയാണ് ഈ കുടുംബം എന്നുള്ളതാണ് ഒരു ദുരവസ്ഥ. മാത്രമല്ല, വിനു റോട്ടിൽ ഏറെ നേരമായി കാത്തിരിക്കുന്നു. ആരും വരുന്നില്ല. KSEB ഉദ്യോഗസ്ഥർ വരുന്നില്ല. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വെറും 261 രൂപയാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത്. അല്പസമയത്തിനകം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അതിൻ്റെ ബില്ലടയ്ക്കാം എന്നുള്ള കാര്യം അവർ അറിയിച്ചിരുന്നതായും പറയുന്നു. പക്ഷേ KSEB അത് കേട്ടില്ല, ഉദ്യോഗസ്ഥർ അത് കേട്ടില്ല. ഫ്യൂസ് ഊരുന്ന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് കുടുംബം വിശദീകരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ആ വീട്ടിൽ വെളിച്ചമെത്തും എന്ന് നമുക്ക് കരുതാം. കാരണം വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന 261 രൂപയുടെ കുടിശ്ശികയുടെ വിഷയമാണ്. ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.